ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 38 വാക്യം. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ നമുക്ക് ഇവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. മുന്തിരിത്തോട്ടത്തിൽ ജോലിക്ക് ഏർപ്പെടുത്തിയ കൃഷിക്കാർ അവർ ആരാണെന്ന് സ്വയം മറന്ന് വളരെ മോശമായ രീതിയിൽ അവരുടെ പെരുമാറ്റം പോകുന്നതിനെക്കുറിച്ചാണ് ഈ തിരുവചന ഭാഗം. സ്വയം മറക്കുന്നത് സ്വയം നാശത്തിലേക്കുള്ള വഴിയാണെന്ന് ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൃഷിക്കാരാണ്, ഉടമകളല്ല എന്നത് മറന്ന് അവർ അർഹിക്കാത്തത് ആഗ്രഹിക്കുന്നു. അർഹിക്കാത്തത് ആഗ്രഹിക്കുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി അക്രമമായത് ചെയ്യേണ്ടി വരുന്നു. അതാണ് കൊലപാതകം വരെ എത്തുന്ന ഈ കഥയിൽ നമ്മൾ കാണുന്നത്. കൃഷിക്കാരൻ്റെ തോട്ടത്തിൻ്റെ ഉടമ അയച്ച ആളെ ഒരു ചിന്തയില്ലാതെ കൊല്ലുന്ന തലത്തിലേക്ക് വരെ അവരുടെ പ്രവർത്തനങ്ങളും ചിന്തകളും എത്തുന്നു. മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഇന്നത്തെ യുവത്വവും ഇതുപോലെ തന്നെയാണ്. ലഹരിയെടുത്ത് അവർ സ്വയം മറക്കുന്നു. അവരാരാണെന്നും എന്തായിരിക്കേണ്ടതാണെന്നും ഉള്ളത് മറക്കുന്നു. ആ ലഹരിയിൽ അവർ ആരും പ്രതീക്ഷിക്കാത്ത വലിയ അക്രമങ്ങളും ചെയ്യുന്നു. ലഹരി എന്ന ഈ വലിയ നാശത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. അർഹമായത് മാത്രം ആഗ്രഹിക്കാനും ഓരോരുത്തരെയും അർഹിക്കുന്ന രീതിയിൽ ബഹുമാനിക്കാനുമുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ.